വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. CCF റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാവും നിയമിക്കുക. ഇദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകും. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ചന്തു, എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? അനു, വയനാട്ടിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ജനപ്രതിനിധികളും വനം മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ ഇത്തരത്തിൽ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ഒരു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് ഓഫീസറുടെ എല്ലാ ചുമതലകളും നൽകുന്നതിനും തീരുമാനമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവയെ നേരിടുന്നതിന് ഉദ്യോഗസ്ഥർ എന്ത് നടപടി ആദ്യം സ്വീകരിക്കണമെന്ന കാര്യത്തിൽ വലിയ വീഴ്ചകൾ വരുത്തുന്നതായുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതിനെ തുടർന്ന് നാട്ടുകാരും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം പെട്ടെന്ന് തന്നെ അവിടെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിനും ഈ വന്യജീവികളെ മയക്ക് വെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതിനും ഈ ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നിയമസഭയിൽ കൊണ്ടുവന്ന സർക്കാർ പ്രമേയത്തിലും ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശം സർക്കാർ പ്രമേയത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാലും പ്രത്യേക അധികാരങ്ങൾ നൽകുന്നതിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടി വരും. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഈ ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ചന്തു, വൈകുമെന്ന വിവേകമെന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഏറെ നാളുകളായി വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ ഉള്ളുകയാണ് വയനാട് ജനത. സമാനമായി തന്നെ ഇടുക്കിയും പാലക്കാടും അടക്കമുള്ള ജില്ലകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ സ്പെഷ്യൽ ഓഫീസർ വയനാട്ടിലേക്ക് മാത്രമാണല്ലേ? വയനാട്ടിൽ ഇത്തരത്തിൽ തുടർക്കഥയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അടുത്തിടെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കാട്ടാന, പുലിയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ വയനാട്ടിലെ കാര്യമാണ് ഇന്നത്തെ യോഗത്തിൽ പരിഗണിച്ചത്. അതായത് വയനാട്ടിലെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഈ യോഗത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ വൈകി വന്ന വിവേകമെന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ഈ ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കണമെങ്കിലും ആ ഉദ്യോഗസ്ഥന് പ്രത്യേക അധികാരം നൽകണമെങ്കിലും അത് സംസ്ഥാനത്തിന് നൽകാൻ കഴിയില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിലേക്ക് ഈ തീരുമാനം അയക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാനം സമർപ്പിക്കുക എന്നത് മാത്രമായിരിക്കും സംസ്ഥാനത്തിന്റെ ഒരു നടപടിയുടെ ഭാഗമായി വരിക. മറ്റ് തീരുമാനങ്ങൾ ഈ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന് എന്തെങ്കിലും പ്രത്യേക അധികാരങ്ങൾ നൽകണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് ചില പരിമിതികളുണ്ട് സർക്കാരിന്. അതാണ് നേരത്തെ നിയമസഭയിലടക്കം സർക്കാർ പ്രമേയം പാസാക്കിയിരുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനവും കൂടി വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കുന്നതിൽ പരിമിതികളൊക്കെ ഉണ്ട്. അതിൽ നിയമപരമായ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. ഈ നിയമപരമായ ഭേദഗതികൾ വന്നാൽ മാത്രമേ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചന്തു ഈ യോഗത്തിൽ? ഈ വയനാട് ജനത ഉന്നയിച്ച നിരവധി ആവശ്യങ്ങളുണ്ട്. സ്പെഷ്യൽ ഓഫീസർ എന്നതിലുപരി മറ്റാവശ്യങ്ങളുണ്ട്. ഈ പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും നീക്കുപോക്കങ്ങൾ ഉണ്ടാകുന്നതായി സൂചനയുണ്ടോ? ഉണ്ടാകുമോ? മറ്റാവശ്യങ്ങളൊന്നും നിലവിൽ ഉയർന്നു വന്നിട്ടില്ല. കാരണം അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആവശ്യം ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ തുരത്തി തിരികെ കാട്ടിലേക്ക് അയക്കുക മാത്രമല്ല, ഈ കാട്ടാന ഉൾപ്പെടെ ഉള്ള വന്യജീവികൾ നാട്ടിലേക്ക് വരുമ്പോൾ അവരെ നേരിടുക അല്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരം കാര്യങ്ങളിൽ വലിയ കാലതാമസങ്ങൾ നേരിടുന്നു എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പരാതി. പ്രത്യേകിച്ചും ഈ കൃഷി അധികമായി നശിപ്പിക്കപ്പെടുന്നു, നാട്ടുകാരെ ഉപദ്രവിക്കുന്നു. അതിനൊക്കെ ശേഷം ഒത്തിരി വൈകിയതിനു ശേഷമാണ് നടപടികൾ ഉണ്ടാകുന്നത്. ഈ നടപടികൾ വൈകിപ്പിക്കരുതെന്നും നടപടികൾ വേഗത്തിലാക്കണമെന്നുമുള്ള ആവശ്യമാണ് പ്രധാനമായും നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിച്ചു വന്നുകൊണ്ടിരുന്നത്. ആ ആവശ്യമാണ് ഇപ്പോൾ അവർ ജനപ്രതിനിധികൾ മുഖേന ഈ യോഗത്തിൽ അറിയിച്ചത്. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രത്യേകിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഈ തീരുമാനം എന്താകും എന്ന കാര്യത്തിലൊക്കെ ഒരു നടപടികളിലേക്ക് കടക്കുക. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൂടാതെ 10ഓളം ഉദ്യോഗസ്ഥർ വനംവകുപ്പിലുണ്ട്. അവരിൽ ആരെ നിയമിക്കണം, ഏത് തരത്തിലായിരിക്കും ഈ ഉദ്യോഗസ്ഥര് ഈ പ്രത്യേക അധികാരങ്ങൾ വീതിച്ചു നൽകണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനം വരേണ്ടതുണ്ട്. പ്രധാനമായും ഈ നടപടികൾ വേഗത്തിലാക്കുക എന്ന ഒരു കാര്യമാണ് ഇന്നത്തെ യോഗത്തിൽ നാട്ടുകാർ ഉന്നയിച്ചത്.